അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിലുണ്ടായിരുന്നു. ജന്മനാ മുടന്തനായ അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഈശോയെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ജീവിത സാഹചര്യങ്ങളെ വിട്ടുതരുന്നു. ഈശോയെ, സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മത്തായി 14:30-31 തിരുവചനങ്ങൾ. കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് പത്രോസ് ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചത് എന്ത്? പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ അങ്ങ് മാറ്റി ഞങ്ങളിൽ ആഴപ്പെട്ട വിശ്വാസം നൽകണമേ. കാറ്റിനും കോളിനും നടുവിൽ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് സമാധാനത്തിൽ കാത്തു സൂക്ഷിക്കണമേ. അങ്ങ് ഒരു കൈപ്പാട് അകലെയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാം തിരുവചനം. അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. തിരുവചനം വായിക്കുമ്പോൾ, തിരുവചനം ധ്യാനിക്കുമ്പോൾ, തിരുവചനം ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങ് അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ആ വചനത്തിന് സാക്ഷ്യം നൽകുന്നുവല്ലോ. ഞങ്ങളെ പൂർണ്ണമായി അങ്ങേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പുറപ്പാട് 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ആകുലതകളെ അങ്ങെടുത്തു മാറ്റണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അങ്ങ് ഇടപെടും എന്നുള്ള വ്യക്തമായ ഉത്തമമായ ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതണമേ. ഈശോയെ, ശാന്തത, അങ്ങയിലുള്ള പ്രത്യാശ ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആകുലതകൾ കൊണ്ട് മനസ്സ് തകരുന്ന ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അവരുടെ പ്രത്യാശ വർദ്ധിപ്പിച്ച് അവരുടെ കൂടെ നടക്കണമേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വെളിപാട് 3:5. വിജയം വരിക്കുന്നവനെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും സന്നിധിയിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈ ജീവിതത്തിൽ അങ്ങയോടുള്ള വിശ്വസ്തത എന്നും കാത്തുപാലിച്ച് വിജയം വരിക്കുവാനുള്ള കൃപ തരണമേ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ തരണമേ. ഈശോയെ, അങ്ങയുടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ.
പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമ പ്രാഭവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ രൂപാന്തരണ തിരുനാളിൻ്റെ ഈ ദിവസം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി തരണമേ. വിശുദ്ധ പത്രോസിനും യോഹന്നാനും യാക്കോബിനും അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഞങ്ങൾക്കും അങ്ങയെ വെളിപ്പെടുത്തി നൽകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ കമലസിൻ്റെയും മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മർക്കോസ് 7:20-23 വരെ. യേശു തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപത്തിൻ്റെ അംശങ്ങളെ അങ്ങ് കഴുകി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.